പതിവ് പോലെ ഉണ്ണിക്കുട്ടനെ ആദിക്കുട്ടനെ അവരുടെ സ്കൂളിൽ ആക്കിയിട്ട് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അയർലൻഡ് ഇന്നത്തെ പ്രഭാതം ഇന്നലത്തെ പോലെ തന്നെ തെളിഞ്ഞ പ്രഭാതമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ 4 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം ഐസായിരുന്നു. അതിനുശേഷം ഇപ്പം ടെമ്പറേച്ചർ കയറി വരുന്നുണ്ട്, 4 ഡിഗ്രി വരെയായി. അയർലൻഡ് സിറ്റി ഡ്രൈവിലെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇതാണ്. കാരണം ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്ന മുഴുവൻ ഇതുപോലെയുള്ള സിഗ്നൽ ലൈറ്റുകൾ വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ ട്രാഫിക് പോലീസോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ പോലീസ് ഗാർഡ എന്ന് പറയും. ഇവിടുത്തെ ഗാർഡയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നോ പാർക്കിങ്ങിൽ വണ്ടി കിടപ്പുണ്ട് അവരെ വന്ന് പിടിക്കുക, അവർക്ക് ഫൈൻ അടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുവരെ ഒരു പോലീസ് ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അതിന് പകരം ഓരോ 50 മീറ്ററിനിടയ്ക്കും ഇതുപോലെ ലൈറ്റ് പോയിന്റുകളാണ്. ലൈറ്റ് പോയിന്റ് നോക്കി വണ്ടി ഓടിക്കണം. അതുകൊണ്ട് തന്നെ ഭയങ്കര സമയമെടുക്കും. അപ്പം ആദ്യം ഉണ്ണിക്കുട്ടൻ പഠിക്കുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് 5.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് നേരത്തെ പോയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേർന്നു. ചില ദിവസങ്ങളിലൊക്കെ 5.5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനായിട്ട് 45 മിനിറ്റ് 1 മണിക്കൂർ ഒക്കെയാണ് വേണ്ടി വരിക. കാരണം റോഡിൽ തിരക്കാവുന്ന അനുസരിച്ച് ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ ഇതുപോലെ നമ്മൾ ഓരോ ട്രാഫിക് ലൈറ്റിലും നമ്മൾ ഇതുപോലെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് കോർക്ക് സിറ്റിയിലെ സൗത്ത് മാള് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മനോഹരമായ ഒരു സിറ്റിയാണ് കോർക്ക് സിറ്റി. അയർലൻഡിലെ 2ാമത്തെ സിറ്റിയാണ് കോർക്ക് എന്ന് പറയുന്നത്. ഡബ്ലിനാണ് മെയിൻ സിറ്റി. ഡബ്ലിൻ ഭയങ്കര മനോഹരമായൊരു സിറ്റിയാണ് കേട്ടോ. ഡബ്ലിൻ കഴിഞ്ഞാൽ പിന്നെ കോർക്കാണുള്ളത്. കോർക്ക് എന്ന് പറയുന്നത് റിവർലി എന്ന് പറയുന്ന ഒരു പുഴയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റിവർലി പുഴ നികത്തി ഇപ്പം നമ്മൾ ബ്രിഡ്ജ് കയറുന്ന പുഴയുടെ ഒരു സൈഡ് പുഴ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് അതിനിടയ്ക്ക് അതിൻ്റെ സെൻട്രലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിറ്റിയാണ് കോർക്ക് സിറ്റി. നമ്മൾ സൗത്ത് മാളിൻ്റെ മെയിൻ ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കോട്ടയം ടൗൺ പോലെ ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് സൗത്ത് മാള് കോർക്കിനെ സംബന്ധിച്ച്. ഇവിടെയാണ് അതിപുരാതനമായ ഇംഗ്ലീഷ് മാർക്കറ്റ് ഒക്കെ ഉള്ളത്. അതുപോലെ മെയിൻ ഗാർഡ സ്റ്റേഷൻ, അങ്ങനെ എല്ലാം തന്നെ കോർക്കിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണിത്. നമുക്ക് വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടുള്ള നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇംഗ്ലീഷ് മാർക്കറ്റ് ഈ റൈറ്റ് സൈഡിലാണ്. അവിടുത്തെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇംഗ്ലീഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അയർലൻഡിലെ ആദ്യത്തെ ഒരു ടു സെറ്റ് മാർക്കറ്റാണ്. അവിടെ എല്ലാവിധ വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും മറ്റ് ഗ്രോസറി ഐറ്റം ആണെങ്കിലും എല്ലാവിധ ഐറ്റങ്ങളും
എന്നല്ല, ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് ഇംഗ്ലീഷ് മാർക്കറ്റ് കോർക്ക് എന്ന് പറഞ്ഞ് കാണുന്നത് കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ 50 മിനിറ്റിനിടയ്ക്കും ലൈറ്റ് പോയിൻറ്റുകളുണ്ടെന്ന്. അതിന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 1, 2, 3, 4 നാലാമത്തെ ലൈറ്റ് പോയിൻറ്റിലാണ് നിർത്തിയേക്കുന്നത്. വണ്ടി റൺ ചെയ്തത് 200 മീറ്റർ മാത്രമാണ്. മുന്നേ പോണ ആണ് ഇവിടുത്തെ ബസ് സർവീസ്. ഡബിൾ ഡെക്കർ ബസ്സുകൾ മുഴുവൻ സിറ്റി സർവീസാണ് കേട്ടോ. ലോങ് സർവീസിന് മുഴുവൻ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ബസ്സുകളല്ല, എയർ ബസ്സുകളാണ് ഉപയോഗിക്കുന്നത്. സിറ്റി സർവീസ് കൂടുതലും ഡബിൾ ഡെക്കറും ആ ഡബിൾ ഡെക്കറിൻ്റെ ലോ ഫ്ലോർ ബസ്സുകളുമാണ് ഉപയോഗിച്ച് വരുന്നത്. നമ്മളിപ്പം മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പം ആദ്യം കാണുന്ന ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തേക്കുക. അതിനോട് ചേർന്ന് കാണുന്ന മാക്ഡൊണാൾഡ്സ് ആണ്. കോർക്കിലെ ആദ്യത്തെ മാക്ഡൊണാൾഡ്സ്. ഇത് പാട്രിക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം. ഇതിപ്പോൾ സൗത്ത് മാളിൽ നിന്ന് ഇനി ഇപ്പം മാക്ഡൊണാൾഡ് തുടങ്ങുന്നിടം തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പാട്രിക് സ്ട്രീറ്റാണ് കേട്ടോ. പാട്രിക് സ്ട്രീറ്റ് പാട്രിക് പുണ്യാളൻ്റെ നാടാണ് അയർലൻഡ്. പാട്രിക് പുണ്യാളൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ട്രീറ്റാണത്. ഇപ്പോൾ പാട്രിക് സ്ട്രീറ്റിലൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെ കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള അങ്ങനെ എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും പ്രവർത്തിക്കുന്ന ഏരിയയാണിത്. അതുപോലെ ബാങ്ക് ഏരിയ ആയാലും PNB PTSD ബാങ്ക് ആയാലും എല്ലാം ഇവിടെയാണുള്ളത്. ഡൺസ് ഷോപ്പിംഗ് സ്റ്റോറ്, ഡൺസ് തൊട്ട് പറയുന്നുണ്ട്, ബെന്നീസ് ഉണ്ട്, അങ്ങനെ കുറേയധികം ഷോപ്പുകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് JB. അയർലൻഡ് എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയയാണ്. നമ്മളുടെ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന കണ്ടോ, അത് ഒരു ഹിൽ വ്യൂ മേഖലയാണ്. അതിൻ്റെ മുകളിലായിരിക്കും അടുത്ത ജനവാസ മേഖല. അപ്പോൾ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. സിറ്റി എന്ന് പറയുന്നത് ഒരു നിരപ്പായ പ്രദേശമാണ്. ഇവിടുന്ന് എല്ലാ വശത്തേക്കും ഹിൽ വ്യൂ ആണ്. ഹിൽ വ്യൂ ടെറസ്, ഹോളി ഹില്ല്, അങ്ങനെ കുറേയധികം ഇങ്ങനെ ഹില്ല് കൂട്ടിയുള്ള സ്ഥലങ്ങളാണ്. ഭയങ്കരമുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ്. നല്ല രസമാണ് കേട്ടോ. ഡ്രൈവിംഗ് ഒക്കെ നല്ല സുഖമാണ്. വിൻഡുള്ളപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാരണം ഹിൽ വ്യൂവിൻ്റെ മേലെ കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ രാമക്കൽമേട്ടിൽ കുറത്തിമലയുടെ മേലെ കയറി നിൽക്കുമ്പോൾ അടിക്കുന്ന ആ കാറ്റില്ല, അതുപോലത്തെ കാറ്റാണ് നമ്മുടെ വണ്ടിയിൽ വന്നടിക്കുന്നത്. ഞാനിപ്പോൾ ഈവനിങ് ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പിസ്സ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈവനിങ് ടൈമിലാണ് ഇവിടെ കൂടുതൽ കാറ്റും മഴയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ്. ടു വീലറിലൊക്കെ ഡെലിവറി ചെയ്യുന്നവരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അനുഗ്രഹിച്ച് കാറും സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റിവർലി മുറിച്ച് പല ഭാഗങ്ങളായി അതിനിടയിലാണ് സിറ്റി ഒരു ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കവർ ചെയ്ത റിവർലിയുടെ ഇത്രയും ഭാഗം